ഹലോ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴേ 2025 RRB LP നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഏകദേശം 10,000 വേക്കൻസീസ് ആണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 2025 ആദ്യ കാലണ്ടറിൽ RRB LP എക്സാം ആണ് ഇപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയ്ക്കകത്ത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, IT ഡിപ്ലോമ BTech നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ എന്തായാലും ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊന്ന് ജസ്റ്റിഫൈ ചെയ്യാം, നമുക്ക് നോക്കാം. ആദ്യമേ കോമ്പറ്റീഷൻ ലെസ് ആയിരിക്കും. എന്തുകൊണ്ടാണ് കോമ്പറ്റീഷൻ ലെസ് ആണ്? ഇതിൻ്റെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഇതൊരു ടെക്നിക്കൽ പോസ്റ്റ് ആണ്. അപ്പോൾ ഇതിന് വേണ്ട ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ട്രേഡ്സിൽ ITA ഡിപ്ലോമ, ഇനി BTech നോക്കുവാണെങ്കിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ റിലേറ്റഡ് ട്രേഡുകളിൽ ബ്രാഞ്ചസിലാണ് നമുക്ക് വേണ്ടത് ക്വാളിഫൈഡ് ഡിഗ്രി. അവിടെ തന്നെ കുറേ അധികം എഞ്ചിനീയറിംഗ് സ്ട്രീംസ് അവർക്ക് എലിജിബിലിറ്റി നഷ്ടപ്പെടുകയാണ്. ഇനി നമ്മുടെ SSC ലെവൽസ് കണ്ടക്ട് ചെയ്യുന്ന കുറേ എക്സാംസ് ഉണ്ട്, CGSൽ, CHSൽ. അവിടെയൊക്കെ നമുക്ക് കുറേ അധികം ഡിഗ്രി ഉള്ളവർക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് പ്രൊഫഷണൽ ഡിഗ്രി, അതിൽ തന്നെ കുറച്ച് നാരോ ഡൗൺ ചെയ്ത സ്ട്രീംസുകാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി മെഡിക്കൽ ഫിറ്റ്നസ്, ഇത് ഡിമാൻഡ് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് A1 ലെവൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു ജോബാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ A1 സ്റ്റാൻഡേർഡ്സിൽ ഇതിൻ്റെ മെഡിക്കൽ ടെസ്റ്റ് പാസ്സാകണം. അപ്പോൾ നമുക്ക് ചുറ്റിനുമുള്ള മിക്ക ആളുകൾക്കും 6/6 വിഷൻ മിസ്സിംഗ് ആണ്. കുറേ അധികം ആളുകൾ കണ്ണാടിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി കണ്ണാടി ഇല്ലാത്തവർക്കും അവർക്ക് എന്തെങ്കിലും വിഷനിലൊക്കെ ചില പ്രോബ്ലംസും ഒക്കെ കാണും. അപ്പോൾ ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഡിഗ്രി പൂർത്തിയാക്കിയവരിൽ നിന്ന് നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ വളരെ ചെറിയൊരു ശതമാനം ആളുകളെ കാണത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് A1 ലെവലിലുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, നിങ്ങളുടെ കയ്യിലൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ എക്സാമിന് ധൈര്യപൂർവ്വം അപ്ലൈ ചെയ്യുക. ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴേ നമുക്കറിയാം ഇതൊരു ടെക്നിക്കൽ പോസ്റ്റാണ്, സാലറി സ്കെയിൽ കൊണ്ടും ജോബ് പ്രൊഫൈൽ കൊണ്ടും വളരെ അട്രാക്റ്റീവാണ്. എന്നിരുന്നാൽ തന്നെയും ഇതിൻ്റെ അകത്ത് ടെക്നിക്കൽ നോളജിൻ്റെ ഒന്നും കാര്യമായിട്ട് ആവശ്യമില്ല. കാരണം നമുക്ക് 3 ലെവൽ ക്വാളിഫയിങ് എക്സാം ആണ്. അതിനകത്ത് CBT 2ൻ്റെ അകത്താണ് നമുക്ക് ടെക്നിക്കൽ സബ്ജക്ട്സ് വേണ്ടി വരുന്നത്. അതിൽ തന്നെ പാർട്ട് ബിക്കകത്ത് നമുക്ക് ക്വാളിഫയിങ് മാർക്ക് നേടിയാൽ മതിയോ. ഇപ്പോൾ നമുക്ക് 75 മാർക്കിൽ വെറും 26 മാർക്ക് നേടിയാൽ മാത്രം മതിയോ, ക്വാളിഫൈ ചെയ്താൽ മാത്രം മതിയോ. അതിൽ നമുക്ക് 30, 35, 40 മാർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ കാര്യമായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, നിങ്ങൾക്ക് ക്വാളിഫയിങ് മാർക്കാണ് വേണ്ടത്. അപ്പോൾ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട്, നമുക്ക് ഒരു വലിയ നോളജ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ബേസിക്സ് ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു കടമ്പ നിങ്ങൾക്ക് കടക്കാവുന്നതാണ്. ഇപ്പോൾ ടെക്നിക്കൽ പോസ്റ്റാണ്, എന്നിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ടെക്നിക്കൽ നോളജ് ഡെപ്തിൽ വേണ്ടതില്ല. അതും നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജാണ്. ഇനി അടുത്തതായിട്ട് കഴിഞ്ഞ 2024 നോട്ടിഫൈ ചെയ്ത ഇനിയും NTPCയുടെയും ഗ്രൂപ്പ് ഡിയുടെയും RRBJയുടെ CBT 2 എക്സാം നടക്കാനേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് ഈ ALPയുടെ CBT 1 എഴുതുവാണെങ്കിൽ അവർക്ക് കാര്യമായിട്ടുള്ള അഡ്വാൻറ്റേജ് ലഭിക്കും. കാരണം ഓൾറെഡി അവർ ടച്ചിലാണ്. ഈ എക്സാമിൻ്റെ CBT 1 എന്ന് പറയുന്നതും ഇതിൻ്റെ CBT 2 RRBയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നോക്കുവാണെങ്കിൽ ടെക്നിക്കൽ അത്രയും നോളജിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സുഖമായിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനിയും കട്ട് ഓഫ് മാർക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം കേരള PSC നടത്തുന്ന ITA ലെവൽ, ഡിപ്ലോമ ലെവൽ, BTech ലെവലിൻ്റെ ഒക്കെ ഒരു ആവറേജ് ഏത് എക്സാം എടുത്താലും അതിൻ്റെ വേക്കൻസി കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും കുറവുള്ള വേക്കൻസീസ് ഇപ്പം 40, 45 അല്ലെങ്കിൽ 20 ചുരുക്കപ്പട്ടികയൊക്കെ വെച്ചിട്ട് ലിസ്റ്റുകളൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ വളരെ ഉയർന്ന കട്ട് ഓഫ് മാർക്കാണ്. ഈവൻ 70s-ലും 80s-ലും ഒക്കെ വരുന്നതാണ് നമ്മൾ കാണുന്നത്. റീസെൻറ്റ് ട്രെൻഡ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ അത് ഏത് സ്ട്രീമിലും ആയിക്കോട്ടെ. പക്ഷേ കഴിഞ്ഞ തവണ RRBയുടെ ALP CBT 1 ഡിഫറൻറ്റ് സോൺസിൽ നമ്മളൊരു അനാലിസിസ് ചെയ്യുവാണെങ്കിൽ ഈവൻ 48 to 53, 54 റേഞ്ചസിലായിരുന്നു കട്ട് ഓഫ് മാർക്ക്. ഇപ്പോൾ CBT 1 കടക്കാൻ നമുക്ക് കാര്യമായിട്ട് അല്ലെങ്കിൽ നോർമലൈസ്ഡ് മാർക്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇത്രയും മാർക്കുള്ള ഒരാൾക്ക് സുഖമായിട്ട് CBT 1 എന്ത് ചെയ്യാൻ പറ്റും, കടന്ന് CBT 2ലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇനി സാലറി സ്കെയിലിലോട്ട് നോക്കുവാണെങ്കിൽ വളരെ ഒരു നല്ലൊരു സ്വീറ്റ് സ്പോട്ടാണ് നമുക്ക് പറയാൻ പറ്റും. കാരണം നല്ലൊരു അട്രാക്റ്റീവ് സാലറിയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കുവാണെങ്കിൽ അവർ നേടുന്ന ഒരു സാലറി എന്ന് പറയുന്നത് നിയർലി വിത്ത് ഡിഫറെൻറ്റ് അലവൻസ് ഒരു 70,000, 80,000 റേഞ്ച് ആയിരിക്കും. ഇതിൻ്റെ ബേസിക് പേ കുറവാണെങ്കിലും കുറേ അധികം അലവൻസ്, റെസ്പോൺസിബിലിറ്റി ഉള്ള ജോബ് ആയതുകൊണ്ട് തന്നെ കുറേ അധികം അലവൻസ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പോഴും നമുക്കൊരു ഏറ്റവും മിനിമലായിട്ട് വിത്തൗട്ട് മിനിമം അലവൻസ് വെച്ചിട്ട് ഒരാൾ നേടുന്ന സാലറി എന്ന് പറയുമ്പോൾ കയ്യിലൊരു 50,000 ഒക്കെ കാണുമായിരിക്കും. ഇതിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്,
പുതിയ പേ കമ്മീഷൻ എപ്പോഴാണോ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അന്നേരം ഈ സാലറി ഒക്കെ നിയർലി ഒരു 1.5 to 2x മാറാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ സാലറി സ്കെയിലും ഉണ്ട്, ജോബ് പ്രൊഫൈലും ഉണ്ട്, എല്ലാം അട്രാക്റ്റീവാണ്. ഇനി ടെക്നിക്കൽ ജോബ് ആയിരിക്കെ തന്നെ വലിയ ടെക്നിക്കൽ നോളജിൻ്റെ ആവശ്യമില്ല. ഹൈ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വേണ്ടി വരുന്നത് കൊണ്ട് തന്നെ എത്ര പേര് ഇതിന് അപ്ലൈ ചെയ്താൽ തന്നെയും ഇതെല്ലാം കടന്ന് ക്വാളിഫൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും. അപ്പോഴും നിങ്ങൾ ഡിഫറെൻറ്റ് ട്രേഡ്സിൽ നിങ്ങൾക്ക് ഒരു ക്വാളിഫൈഡ് ഡിഗ്രിയോ IT ഡിപ്ലോമയോ ഉണ്ടോ, നിങ്ങൾക്ക് നല്ല A1 സ്റ്റാൻഡേർഡ്സ് ഉണ്ടോ, ഇനിയും സമയമുണ്ട്. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സ്ക്രാച്ചിൽ നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ ഈ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഇനിയും ഏണസ്റ്റ് അക്കാഡമി 2025 RRB ALPക്ക് വേണ്ടി ഒരു ഫോക്കസ് ബാച്ച് ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഈ ബാച്ചിൽ നിങ്ങൾ പഠിച്ചത് ഏത് സ്ട്രീമിലും ഏത് ട്രേഡും കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇവിടെ കോഴ്സുകൾ ലഭ്യമാണ്. കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് ഡിഫറെൻറ്റ് സ്ട്രീംസിൽ, അത് ITA, ഡിപ്ലോമ, BTech, MTech, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ ധാരാളം കോഴ്സുകൾ നടത്തി വരികയാണ്. ഇപ്പോൾ 2024-25 സെൻട്രൽ ലെവലിലും കേരള PSC നടത്തിയ എക്സാംസിൻ്റെയൊക്കെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ നല്ലൊരു ശതമാനം സ്റ്റുഡൻസ് ഏണസ്റ്റ് അക്കാഡമിയുടെ ആയിരുന്നു. അപ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പ് ഇടങ്ങളിലൊക്കെ നമുക്ക് ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സക്സസ് സ്റ്റോറീസും എല്ലാം നമ്മുടെ വെബ്സൈറ്റ്സിലും നമ്മുടെ യൂട്യൂബ് സ്പേസിലും എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അവരുടെ സ്റ്റഡി സ്ട്രാറ്റജീസും എല്ലാം നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകി വരുന്ന നല്ല റിച്ച് കണ്ടന്റ് ഉള്ള ഒരു ഡിഫറെൻറ്റ് സ്ട്രീംസിലുള്ള ഫാക്കൽറ്റീസ് നയിക്കുന്ന ഒരു നിരയാണ് നമ്മുടെ ഈ RRB ഫോക്കസ് ബാച്ച് എന്ന് പറയുന്നത്. ഒപ്പം കഴിഞ്ഞ RRB ഫോക്കസ് ബാച്ചിൻ്റെ മെൻഡറായിരുന്ന മിൻഷ മിസ് നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടിനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ RRB ALPയും RRB JEയുടെ ക്ലാസ്സുകൾ നമ്മൾ നടത്തിയപ്പോൾ CBT1 നല്ലൊരു ശതമാനം സ്റ്റുഡൻസിനെ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചു. അവർക്ക് ഇപ്പം RRB JE CBT2ൻ്റെയൊക്കെ പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ആ സ്റ്റുഡൻസിന് ഇപ്പോഴത്തെ CBT2ൻ്റെയും ഒക്കെ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെ പേരിലും മെൻഡറിൻ്റെ പേരിലും ഏണസ്റ്റ് അക്കാഡമിയുടെ പേരിലും മുന്നോട്ടുള്ള എക്സാംസിനും എല്ലാ പ്രൊസീജിയേഴ്സിനും ഒരു ഓൾ ദ ബെസ്റ്റ് നേരുകയാണ്. അപ്പോൾ ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകിയ നമ്മുടെ ഫാക്കൽറ്റീസിനും മെൻറ്റേഴ്സിനും ഏണസ്റ്റ് അക്കാഡമിയുടെ പേരിലും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പേരിലും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇനിയും 2025 RRB ALPക്ക് അപ്ലൈ ചെയ്ത് എന്തായാലും ഈ ഡ്രീം പോസ്റ്റ് ലക്ഷ്യം വെക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങൾക്കുള്ള ഊഴമാണ്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കുള്ള ഊഴമാണ്. അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസും മെൻറ്റേഴ്സും റെഡിയാണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകാൻ. ഉടൻ തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾ ഫിൽ ചെയ്താൽ മതിയാവും. ഒപ്പം കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇസ് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.